അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, പരിശോധിക്കാൻ പോകുന്ന വിഷയം, നമ്മുടെ PV അൻവർ. ഈ PV അൻവറിനെ ഒരു അഡ്വക്കേറ്റ് ജയശങ്കർ എന്നു പേരുള്ള വ്യക്തി അപമാനിക്കുകയുണ്ടായി, അപമാനിച്ച് സംസാരിക്കുകയുണ്ടായി. ഈ അപമാനിച്ച് സംസാരിച്ചപ്പോൾ ഈ അപമാനത്തിന് അൻവർ മറുപടി പറഞ്ഞപ്പോൾ ഈ അഡ്വക്കേറ്റ് ജയശങ്കറാണ് അപമാനിച്ച് സംസാരിച്ചത്, മറുപടി കൊടുത്തത് ജയശങ്കരനാണ്. പക്ഷെ ജയശങ്കർ വൈകാരികമായി തിരിച്ച് പ്രതികരിച്ചില്ല. ജയശങ്കറിന് പകരം വക്കാലത്ത് ഏറ്റെടുത്തത് കോൺഗ്രസിന്റെ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നുപേരുള്ള വ്യക്തിയാണ്. അപ്പൊ മുഹമ്മദ് ഷിയാസിന് ഈ വിഷയത്തിൽ ഇടപെടാൻ എന്താണ് ധാർമ്മികത? ഏത് ബാധ്യതയുടെ പേരിലാണ്, സൗഹാർദ്ദത്തിന്റെ പേരിലാണ്, സഹവർത്തിത്വത്തിന്റെ പേരിലാണ് ജയശങ്കറിന് വേണ്ടി മുഹമ്മദ് ഷിയാസ് വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് PV അൻവറിന് നേരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ്, ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് MA ഷിയാസ്, മുഹമ്മദ് ഷിയാസ്, ഈ മുഹമ്മദ് ഷിയാസ് എന്തിനാണ് ജയശങ്കറിന് വക്കാലത്തുമായി വന്നത്? സത്യത്തിൽ ജയശങ്കർ ആരാണ്? 22 കാരറ്റ് സംഘി പ്രവർത്തകനാണ്. സംഘ് പരിവാറിനെ ഉള്ളിൽ വെച്ചുകൊണ്ട് സംഘ് പരിവാറിന് വേണ്ടി വാദിക്കുന്ന, സംഘ് പരിവാറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിൽ യാതൊരു വിലയും നിലയുമില്ലാത്ത ഒരു മനുഷ്യക്കോലമാണ് ഈ അഡ്വക്കേറ്റ് ജയശങ്കർ. അഡ്വക്കേറ്റ് ജയശങ്കർ കേരളത്തിൽ സംഘപരിവാറിന്റെ ശക്തി വളർത്തുക, ശക്തി ഉയർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പ്രസംഗങ്ങളും പ്രവൃത്തികളും എല്ലാം ഗതകാല ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. എന്നിട്ട് രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന കുപ്പായം അണിഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകൻ, ഒരു രാഷ്ട്രീയ നിരീക്ഷണത്തിന് ഇറങ്ങി തിരിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് അവന്റെ വീട്ടിലെ നിത്യവൃത്തി കഴിയണമെങ്കിൽ പണം ആകാശത്തുനിന്ന് ഇറങ്ങി വരുമോ? ഇല്ല. ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ വക്കീൽ പണിക്ക് പോയാൽ അത്യാവശ്യം ന്യായമായ പണം കിട്ടും. ആ പണം കിട്ടുന്ന മാർഗം സ്വീകരിക്കാതെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിലുടനീളം ചുറ്റിക്കറങ്ങിക്കൊണ്ട് എന്തെല്ലാം രാഷ്ട്രീയ വിഷയങ്ങൾ ഇവിടെ ഉണ്ടായോ അതിലൊക്കെ കയറി ഇടപെടുക, അഭിപ്രായങ്ങൾ പറയുക. ഈ ഇടപെടുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും എല്ലാം ബുദ്ധിയുള്ളവന് ചിന്തിച്ചാൽ മനസ്സിലാകും ഇവൻ ഏത് കുറ്റിയിലേക്കാണ് ഈ പോത്തിനെ കൊണ്ടുപോയി കെട്ടാൻ ശ്രമിക്കുന്നത് എന്ന്. ബുദ്ധിയുള്ളവന് ചിന്തിച്ചാൽ മനസ്സിലാകും. 100% സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. ഈ ജയശങ്കറിനെ സംരക്ഷിക്കുന്ന, താലോലിക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ്, DCC പ്രസിഡന്റ് MA ഷിയാസ് അഡ്വക്കേറ്റ് ജയശങ്കറിനെ പിന്താങ്ങുന്നതിലൂടെ ഇവിടെ കാഴ്ചവെച്ചത്. അപ്പൊ ഈ കോൺഗ്രസും MA ഷിയാസും അഡ്വക്കേറ്റ് ജയശങ്കറും തമ്മിൽ എന്താണ് കൂട്ടുകക്ഷി, എന്താണ് ബന്ധം? ഈ ബന്ധം എന്താണെന്നുള്ളത് വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ PV അൻവറിനെ അപമാനിച്ചപ്പോൾ PV അൻവർ പറയുകയുണ്ടായി, അമേദ്യപാനീയം നിന്റെ ഓഫീസിൽ വന്ന് നിന്റെ തലയിലൂടെ ഞാൻ ഒഴിക്കുമെന്ന്. അങ്ങനെ പറയാനുണ്ടായ കാര്യമെന്താണ്? PV അൻവറിനെ തേജോവധം ചെയ്ത് ആണ് ഈ അഡ്വക്കേറ്റ് ജയശങ്കർ സംസാരിച്ചത്. മാനഹാനി ഉണ്ടാക്കി. അപ്പോൾ PV അൻവർ പറഞ്ഞത്, ഞാൻ നിന്നെപ്പോലുള്ള ഒരു വ്യക്തിയല്ല. എന്റെ കുടുംബം, എന്റെ പിതാവ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. എന്റെ പിതാവിന്റെ പിതാവ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ്. എന്റെ കുടുംബത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അന്തിയുറങ്ങിയിട്ടുണ്ട്. അത്രയ്ക്ക് കോൺഗ്രസുമായി ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്നൊക്കെയാണ് അഡ്വക്കേറ്റ് ജയശങ്കറിന് മറുപടി പറഞ്ഞത്. അപ്പോൾ ഇന്നലെ പെയ്ത മഴയ്ക്ക് കിളിർത്ത തവര എന്ന രീതിയിൽ എറണാകുളം DCC പ്രസിഡന്റാണ് ജയശങ്കറിന് വേണ്ടി മറുപടി പറയുന്നത്. അതിലൂടെ DCC പ്രസിഡന്റും കോൺഗ്രസും ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വ്യക്തമാണ്. ആ വ്യക്തത അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു സീറ്റ് സംഘടിപ്പിക്കുക. ആ സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജയിച്ച് കയറണമെങ്കിൽ സംഘപരിവാറിന്റെ വോട്ട് അവർ എന്റെ പെട്ടിയിൽ വാരിക്കൊരിച്ചൊരിയണം. അതിനുവേണ്ടിയുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് അഡ്വക്കേറ്റ് ജയശങ്കറിനെ പിന്താങ്ങിയത്. കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളെല്ലാം എന്റെ കുടുംബവുമായി ബന്ധമുണ്ട് എന്നാണ് PV അൻവർ പറഞ്ഞത്. അതിന് മറുപടി ജയശങ്കർ പറയേണ്ടതിന് പകരം ഇവിടെ മറുപടി പറഞ്ഞത് നമ്മുടെ DCC പ്രസിഡന്റ് MA ഷിയാസ് ആണ്, മുഹമ്മദ് ഷിയാസ്. മുഹമ്മദ് ഷിയാസ് പറയുകയാണ്, നിന്റെ വാപ്പായോ വാപ്പാടെ വാപ്പായോ ആനപ്പുറത്തിരുന്നാൽ നിന്റെ മൂട്ടിൽ തപ്പി നോക്കിയാൽ തഴമ്പുണ്ടാകില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാനത് ചോദിക്കട്ടെ MA ഷിയാസിനോട്, ഷിയാസേ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആനപ്പുറത്തിരുന്ന തഴമ്പിന്റെ
പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടല്ലേ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നത്? ഇന്ദിരാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല എന്നാണ് മറുപടി. ഒരു ചരിത്ര പുസ്തകവും തപ്പിയാലും കാണില്ല. കാരണം അന്ന് ഇന്ദിരാഗാന്ധി വളരെ കൊച്ചുകുട്ടിയായിരുന്നു. അവരുടെ മകനായ രാജീവ് ഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. രാജീവ് ഗാന്ധിയുടെ മകനും മകളുമായ പ്രിയങ്കയും രാഹുലും ഒക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? എനിക്ക് ഷിയാസിനോടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ഷിയാസ് ഇതിന് വ്യക്തമായ മറുപടി പറയേണ്ടതാണ്. ഇവരാരും സ്വാതന്ത്ര്യ സമരത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല. രാഹുലും പ്രിയങ്കയും ഒന്നും അക്കാലത്ത് ജനിച്ചിട്ട് പോലുമില്ല. ഇന്ദിരാഗാന്ധി പോലും കൊച്ചുകുട്ടിയായിരുന്നു. അപ്പൊ അവരെല്ലാം നെഹ്റു ആനപ്പുറത്തിരുന്ന തഴമ്പിന്റെ ചരിത്രം പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ കുടുംബത്തിൽ ജനിച്ചവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഇന്ദിരാഗാന്ധി മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ള ഈ നേതാക്കളെല്ലാം ഈ ബഡായി അടിച്ചുകൊണ്ട് നടക്കുന്നത്, കോൺഗ്രസിന്റെ തറവാടിത്തം അവകാശപ്പെടുന്നത്. ഈ എം.എ. ഷിയാസ് അടക്കം ഷിയാസിന്റെ വാപ്പ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആര് ആനപ്പുറത്തിരുന്ന തഴമ്പിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ഷിയാസ് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നത്, കോൺഗ്രസിന്റെ സ്ഥാനമാനങ്ങൾ നേടുന്നത് എന്നാണ് എന്റെ ചോദ്യം. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ഷിയാസ് ബാധ്യസ്ഥനാണ്. ഇത് മറക്കാതിരിക്കുക. അതുപോലെ മറ്റൊന്നുകൂടി ഷിയാസ് പറഞ്ഞു വെക്കുന്നു. എറണാകുളത്ത് ജയശങ്കറിന്റെ, എനിക്ക് അയാളെ വിളിക്കാൻ അഡ്വക്കേറ്റ് ജയശങ്കർ എന്നല്ല വിളിക്കേണ്ടത്, ശങ്കരൻ ബക്കീല് എന്നാണ് വിളിക്കേണ്ടത്. കാരണം അഡ്വക്കേറ്റ് ജയശങ്കർ എന്നൊന്നും പറയാൻ അത്ര ഗമയടിക്കാനുള്ള ഒന്നും അവനിലില്ല. സംഘപരിവാറിന് ഒട്ടുപിടിക്കാൻ നടക്കുന്നവനാണ്. അതിനൊരു ഓമനത്തെ പേര് രാഷ്ട്രീയ നിരീക്ഷകൻ. ഇവനെല്ലാം എന്ത് നിരീക്ഷണമാണ് ഇവിടെ നടത്തുന്നത്? അപ്പോൾ DCC പ്രസിഡന്റ് ഷിയാസ് ഒരു കാര്യം മറക്കരുത്. എന്താണെന്നറിയാമോ? അത് ആലത്തൂര് മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിന് പണ്ട് ജയിച്ച രമ്യ ഹരിദാസ് ഉണ്ടല്ലോ, മുസ്ലിം ഹെയ്റ്റി സ്പീച്ച് നടത്തിയതിന്റെ പേരിലാണ്, ഇസ്ലാം ഹെയ്റ്റി സ്പീച്ച് നടത്തിയതിന്റെ പേരിലാണ് അതിദയനീയമായി രമ്യ ഹരിദാസ് ആലത്തൂര് പരാജയപ്പെട്ടത്. സംഘപരിവാറിനെ തോളിലേറ്റിക്കൊണ്ട് നടന്നു. VT ബൽറാം പറയുന്നതാണ് ശരി. ഇപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞാൽ രാത്രി, പകലാണെന്ന് പറഞ്ഞാൽ പകൽ. ബൽറാം പറയുന്നത് വിട്ട് അപ്പുറത്തേക്കില്ല. അങ്ങനെ VT ബൽറാമിന്റെ ശിങ്കിടിയായി പ്രവർത്തിക്കുകയും ഇസ്ലാം മുസ്ലിം ഹെയ്റ്റി സ്പീച്ച് നടത്തുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുന്നത്. ഓർക്കുക, സംഘപരിവാറിനെ താലോലിക്കുന്ന നിലപാടാണ് രമ്യ ഹരിദാസ് സ്വീകരിച്ചത്. അതുപോലെ M.A. ഷിയാസ് ഈ ജയശങ്കരൻ വക്കീലിനെയും തോളിലേറ്റിക്കൊണ്ട് നടന്ന് സംഘീയ അനുകൂല പ്രസ്താവനകൾ നടത്തിയാലുണ്ടല്ലോ, നിന്നെയും കാത്തിരിക്കുന്നത് അത് തന്നെയാണെന്നോർക്കുക. ഞാനൊരു മുസ്ലിമായ എന്റെ പേരിൽ മുസ്ലിങ്ങളെല്ലാം എനിക്ക് വോട്ട് ചെയ്യും, കോൺഗ്രസുകാരുടെ വോട്ടും കിട്ടും. പിന്നെ അധിക ഭൂരിപക്ഷത്തിനു വേണ്ടി കുറച്ച് സംഘപരിവാറെ സുഖിപ്പിച്ചാൽ അവരുടെ വോട്ടും വാങ്ങിച്ച് പാർലമെന്റിലേക്കോ അല്ലെങ്കിൽ കേരള നിയമസഭയിലേക്കോ എത്താം എന്ന് M.A. ഷിയാസ് ഉദ്ദേശിക്കുന്നു എങ്കിൽ, ഷിയാസ് മോൻ കൊച്ചി ചരക്കനാണ്. നിന്റെ തലച്ചോറിനധികം മൂപ്പ് വന്നിട്ടില്ല. നീ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് വിചാരിച്ചുകൊള്ളുക. നിന്നെപ്പോലുള്ള ഒരുവൻ മുമ്പുണ്ടായിരുന്നു, അബ്ദുള്ള കുട്ടി എന്നാണ് പേര്. ഇന്നവൻ ഇസ്ലാം ഹെയ്റ്റി സ്പീച്ച് നടത്തിക്കൊണ്ട് നടക്കുകയാണ്. പക്ഷേ BJPയിൽ ചെന്നു, ഒരു രക്ഷയുമില്ല, ഒന്നുമായില്ല, എങ്ങുമെത്തിയില്ല. BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് കസേരയിലിരുത്തി. അങ്ങനെ ഒരു സ്ഥാനം തന്നെ ഇല്ല സത്യത്തിൽ. ഇന്ന് അബ്ദുള്ള കുട്ടിയുടെ പേര് എങ്ങും കേൾക്കുന്നില്ല. പിറന്നു വീണ മണ്ണിൽ ജീവിക്കാൻ പോലും അവന് ധൈര്യമില്ലാതായി പോയി. അവൻ കർണാടകയിൽ പോയി ഒളിച്ചു താമസിക്കുന്നു. പിന്നെ ഷിയാസ് പറഞ്ഞല്ലോ, ഇത് എറണാകുളമാണ്. PV അൻവർ അമേദ്യപാനീയം ശങ്കരൻ വക്കീലിന്റെ തലയിലൂടെ ഒഴിക്കാൻ ഇവിടെ വന്നാൽ മുട്ടിലിഴഞ്ഞു പോകേണ്ടി വരും. ചാനലുകാരുടെ മൈക്ക് കാണുമ്പോൾ ആവേശം മൂത്ത് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയരുത്. ഷിയാസ് പറഞ്ഞല്ലോ, ഇത് എറണാകുളമാണ് എന്ന് സൂക്ഷിച്ചോളാൻ. എന്താ എറണാകുളം റൌഡികളുടെയും പോക്കിരികളുടെയും കൈവെട്ടും തലവെട്ടുകാരുടെയും ചെറ്റകളുടെ നാടാണോ എറണാകുളം? നീ പറഞ്ഞതിന്റെ ധ്വനി അതാണ്. ഇത് എറണാകുളമാണ്. ഞങ്ങൾ മുട്ടിൽ ഇഴയിച്ചേ വിടുള്ളൂ. അതൊക്കെ നിന്റെ തോന്നലാണ് മോനെ. നിന്റെ കുടുംബസ്വത്തൊന്നുമല്ല എറണാകുളം. ഈ എറണാകുളത്തുകാരൻ തന്നെയാണ് ഈ പറയുന്ന ഞാനും. അപ്പോൾ എറണാകുളം എന്നത് ചെറ്റകളുടെ നാടാണ്, തെമ്മാടികളുടെ നാടാണ്, റൌഡികളുടെ നാടാണ്, കൊലയാളികളുടെ നാടാണ്, കയ്യും കാലും വെട്ടുന്നവരുടെ നാടാണ് എന്നല്ലേ നീ പറഞ്ഞതിന്റെ സാരം? ഇത് കേൾക്കുന്ന മറ്റ് ജില്ലക്കാർ, മറ്റ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള വ്യക്തികൾ, ഉന്നത വ്യക്തിത്വങ്ങൾ എന്താണ് ധരിക്കുക? കേരളത്തിൽ എറണാകുളം എന്നൊരു പട്ടണമുണ്ട്, ചെറ്റകളുടെ നാട്, കൈവെട്ടും കാലുവെട്ടും തലവെട്ടും
ഒക്കെ നടത്തുന്നവരുടെ നാട് എന്നല്ലേ നീ പറഞ്ഞതിന്റെ ധ്വനി? അപ്പൊ മൈക്ക് കാണുമ്പോ ആവേശം മൂത്ത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയരുത്. തലച്ചോറ് ഉപയോഗിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക എന്താണ് നീ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. നിന്റെ മനസ്സിലിരിപ്പ് ഇവിടെ ജനങ്ങൾക്ക് മനസ്സിലാവുണ്ട് മോനെ. സംഘപരിവാർ കേന്ദ്രങ്ങൾ അവർ എന്നെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഇവിടെ മുസ്ലിങ്ങളെ ആഞ്ഞടിക്കാൻ പറ്റിയ ഒരു മഴുവാണ് നീ എന്ന്, നല്ലൊരു ആയുധമാണെന്ന്. അതിന്റെ പേരിൽ നിനക്ക് വരും തെരഞ്ഞെടുപ്പുകളിൽ നീ മത്സരിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വോട്ട് ചെയ്ത് അവരൊക്കെ നിന്നെ ജയിപ്പിക്കണം. ഇതല്ലേ മോനെ ഷിയാസ് നീ ഉദ്ദേശിക്കുന്നത്? നീ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ മുസ്ലിം എന്ന സമൂഹമുണ്ടല്ലോ, ഒരൊറ്റെണ്ണം നിനക്ക് വോട്ട് ചെയ്യില്ല. ഒരു മുസ്ലിമും നിനക്ക് വോട്ട് ചെയ്യില്ല. നീ ആരാണെന്ന് നിന്റെ നയം നീ വ്യക്തമാക്കി കഴിഞ്ഞു. നിന്റെ ഉള്ളിലിരിക്കുന്ന നയം എന്താണെന്ന്. നീ സംഘപരിവാറിന്റെ പുറകെ പൊക്കോ, സംഘപരിവാറിനെ താലോലിച്ചുകൊണ്ട് നടന്നോ, വേണമെങ്കിൽ ഒരു കുറിയും തൊട്ടോളൂ. സത്യത്തിൽ PV അൻവറിന്റെ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളുമെല്ലാം 100% കോൺഗ്രസിന് അനുകൂലമായി വന്ന ഘടകങ്ങളാണ്. കോൺഗ്രസിന് അനുകൂലമായി വന്ന ആ ഘടകത്തിന്റെ ഇടയിൽ കയറിക്കൊണ്ട് നീ ഒരു സംഘി കുപ്പായം ഇട്ടുകൊണ്ട് വന്ന് പ്രസംഗിക്കുകയാണ് ചെയ്തത്. PV അൻവറിനെ പ്രോത്സാഹിപ്പിച്ചു വിടേണ്ടതിന് പകരം നീ ശങ്കരൻ വക്കീലിന്റെ വക്കാലത്തുമായിട്ട് വന്നു. നിന്റെ ഉള്ളിലിരിപ്പ് അരിയാഹാരം കഴിക്കുന്ന ആർക്കാണ് മനസ്സിലാകാത്തത്? നീ സംഘപരിവാറിനെ സുഖിപ്പിച്ച് അവർക്ക് ഇഷ്ടപ്പെടുന്ന പ്രസ്താവനയൊക്കെ ഇറക്കി അവരുടെ പിന്തുണ മേടിച്ചു പറ്റി ഇവിടെ മത്സരിച്ച് നീ ജയിക്കണ എനിക്കെന്നല്ല, ഈ നാട്ടിലുള്ള നാട്ടുകാർക്കൊന്ന് കാണണം. അവസാനമായി ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. PV അൻവറിന്റെ പിതാവിന്റെ പിതാവും ആനപ്പുറത്തിരുന്ന തഴമ്പ് അൻവറിന്റെ ചന്തിയിലില്ല എന്ന് ഞാൻ സമ്മതിച്ചു തരുന്നു. പക്ഷേ PV അൻവറിന് പറയാൻ ഒരു ചരിത്രമുണ്ട്. എന്റെ വാപ്പയുടെ വാപ്പ ഈ രാജ്യത്തിനു വേണ്ടി പോരാടി ജയിൽവാസവും ശാരീരിക പീഡനവും ഒക്കെ അനുഭവിച്ച കുടുംബത്തിലെ വ്യക്തിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അന്തിയുറങ്ങിയ വീടാണ് എന്റെ തറവാട്. ആ തറവാട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. നിനക്ക് ഇത് വല്ലതും അവകാശപ്പെടാനുണ്ടോ? നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കൽ പോയിട്ട് കണ്ടിട്ട് പോലുമുണ്ടോ? പിന്നെ നീ ആരാണെന്നാ വിചാരിച്ചേ? ലോകം മുഴുക്കെ അടക്കി ഭരിക്കുന്ന രാജാവാണെന്നോ? ആ ചിന്ത മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ, മനസ്സിൽ വെച്ചാൽ മതി. ഇത് ഓർമ്മയുണ്ടാകണം. അപ്പോൾ ഈ MA ഷിയാസ് ചാനലുകാരോട് അൻവറിനെ കുറിച്ച് പറഞ്ഞ അതൊരൽപ്പം ഒന്ന് കേട്ടു നോക്കാം. രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരായി PV അൻവർ വളരെ മോശമായ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളാണ് ഇന്നലെ നടത്തിയത്. നമ്മുടെ രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെയുള്ള നാടാണ്. ആർക്കും ഏത് അഭിപ്രായങ്ങളും തുറന്നു പറയാനുള്ള അവസരമുണ്ട്. പക്ഷെ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ജയശങ്കറിനെ, അദ്ദേഹത്തെ എറണാകുളത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രം ഉരിയും, അല്ലെങ്കിൽ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മാലിന്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ ഒഴിക്കുമെന്നൊക്കെ പറയുന്ന PV അൻവർ, ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് എറണാകുളമാണ്. എറണാകുളത്ത് അൻവർ ഇതുപോലെ ചെയ്തിട്ട് തിരിച്ചു പോകാമെന്നൊന്നും അൻവർ കരുതണ്ട. അങ്ങനെ ചെയ്യാനും എറണാകുളത്തേക്ക് അൻവർ വരണ്ട എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ ചെയ്യാൻ വേണ്ടി വന്നാൽ അൻവർ മുട്ടിലെഴിഞ്ഞു പോകേണ്ടി വരും എന്നുകൂടി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ കേട്ടല്ലോ. അപ്പോൾ എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി, നമസ്കാരം, നിർത്തുന്നു.